എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നല്ലപോലെ പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തേക്കുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് ദഫേദാർ അല്ലെങ്കിൽ പവർ ലോണ്ടറി അറ്റൻഡർ, മെയ്സൺ, സ്വീപ്പർ, LGS ആയ ഈ പരീക്ഷകൾ ഈ പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. 085/2024 ആണ് അതിൻ്റെ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അധികം സംസാരമൊന്നുമില്ല, നേരെ ക്ലാസ് കാണാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 8.5 ഗുണിക്കണം 6.3 = K ആണെങ്കിൽ കെയുടെ വില എന്ത്? നോക്ക്, 8.5 ഗുണിക്കണം 6.3 = K എന്ന് പറഞ്ഞാൽ എന്താ? 8.5നെ 6.3 കൊണ്ട് ഗുണിച്ചാൽ മതി. വളരെ സിമ്പിളാണ് അല്ലേ. അത്ര ചോദിക്കുന്നുള്ളൂ. എന്ത്? 8.5നെ 6.3നെ കൊണ്ട് ഗുണിക്കുക, അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണഗതിയിൽ എന്ത് ചെയ്താൽ മതി? 8.5നെ 6.3 കൊണ്ട് ഗുണിക്കാൻ അറിയുന്ന ആൾക്ക് അത് ഗുണിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇനി ആ രീതിക്ക് ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും, അവർക്ക് അത് ചെയ്യാം. ഇനി നിങ്ങളൊന്ന് നോക്ക്, ഈ ഓപ്ഷൻസ് ഒന്ന് നോക്ക്. ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ ആദ്യം നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് നോക്ക്. ഓപ്ഷൻസ് കണ്ടല്ലോ, 535.5, 53.55, 425.5, 5.355. ഇങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഈ ഓപ്ഷൻസിൽ നിന്ന് ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അത് നോക്കിക്കോ. 8.5 ഗുണിക്കണം 6.3 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നറിയോ? ഇതിപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നറിയോ? ഈ 8 ഉണ്ടല്ലോ, ആ പോയിന്റിന് മുന്നേ ഉള്ള സംഖ്യ, അതേപോലെ ഈ 6 ഉണ്ടല്ലോ, ഈ പോയിന്റിന് മുന്നേ ഉള്ള സംഖ്യ, ആ സംഖ്യകൾ തമ്മിലൊന്ന് ഗുണിക്കുക. 8 5 40 48. ജസ്റ്റ് ഗുണിച്ചാൽ മതി 48. ബാക്കിയുള്ളൊന്നും നിങ്ങൾ നോക്കണ്ട. 48 നിങ്ങളൊന്ന് ഓപ്ഷനിൽ നോക്കിക്കേ. 535.5, 425.5, 53.5, 5.355. ഞാൻ പറയുന്നത് ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷമായിരിക്കും വരുന്ന പോയിന്റ് എന്ന്. അതായത് 48 പോയിന്റ് എന്ന് കൂട്ടണം, 48 പ്ലസ് ആയിരിക്കും, 48നേക്കാൾ കൂടുതലായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന പോയിന്റ് ആയിരിക്കും. അതിൻ്റെ അടുത്തുള്ള സംഖ്യ ഏതാ ഈ കൂട്ടത്തിൽ? അതായത് 48നേക്കാട്ടിലും കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിനടുത്തുള്ള സംഖ്യ ഏതാ? ദേ ഈ 53.55 ആണ്. വേറെ ഏതെങ്കിലും സംഖ്യ 48ൻ്റെ അടുത്തുള്ള സംഖ്യ ഉണ്ടോ? ഇല്ല. 48നേക്കാട്ടിലും തൊട്ട് മേലെയുള്ള സംഖ്യ ഉണ്ടോ നോക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഞാൻ എന്താ പറഞ്ഞത്? ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ 8.5 ഗുണിക്കണം 6.3 എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഓപ്ഷനിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അതിലെ പോയിന്റിന് മുന്നേയുള്ള സംഖ്യകൾ എടുത്തു. 8ഉം 6ഉം. 8 5 40 48. ആ 48ന് തൊട്ട് മേലെയുള്ള ഏതെങ്കിലും സംഖ്യ ഉണ്ടോ നോക്കുക. ഈ പോയിന്റ് ഒന്നും നോക്കണ്ട, 48ന് തൊട്ട് മേലുള്ള ഏതെങ്കിലും സംഖ്യ ഉണ്ടോ നോക്കുക. അപ്പോൾ ഏതുണ്ട്? 53.5. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതാക്കുന്ന 50.2 എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2.5 എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? ഗുണിച്ച് തന്നെ ചെയ്യണം. നമ്മളെങ്ങനെയാണ് ഗുണിച്ച് ഒരു പരീക്ഷയ്ക്ക് ഗുണിച്ച് ചെയ്യുന്നത്, അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷേ വളരെ പെട്ടെന്ന് 1 സെക്കൻഡിൽ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഇത്. ഇത് അറിഞ്ഞിരിക്കണം. ഒരു പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയണം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പോൾ നമുക്കിങ്ങനെ ഇതിലൊരു ഓപ്ഷൻ 50.25 കൂടി ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് നേരെ പോയി 50.25 53.55 എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ നോക്കുക സാധാ പോലെ. ഇനി എങ്ങനെയാണ് ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ ചെയ്യേണ്ടത് നോക്കാം. ഞാനിപ്പോൾ ഒരു ഷോർട്ട് കട്ടാണ് പറഞ്ഞത്. ഇനി എങ്ങനെ ഇത് ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത്? 8.5 ഗുണിക്കണം 6.3. ശരിക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, നമുക്ക് 8.5ന് നമ്മൾ എന്ത് ചെയ്യുക? ആ പോയിൻ്റ് അവിടെ നിന്ന് ഒഴിവാക്കണം. പോയിൻ്റ് ഒഴിവാക്കാൻ എന്ത് ചെയ്യും? 8.5നെ പോയിൻ്റ് ഒഴിവാക്കാൻ എന്ത് ചെയ്യും? ഒരു 10 കൊണ്ട് ഗുണിക്കും അല്ലേ. അപ്പോൾ അതെന്തായി? 85ആയി. അതുപോലെ തന്നെ ഈ 6.3നെ പോയിൻ്റ് ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? അതിനെ ഒരു 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 63ആയി. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇതിനെ 2നെയും 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഇതിനെ 2നെ എന്ത് ചെയ്യണം? 10 കൊണ്ട് തന്നെ ഹരിക്കുകയും വേണം. അതായത് 8.5ൻ്റെ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? 8.5നെ 10 കൊണ്ട് ഗുണിച്ചു. ഒരിക്കലും ഒരു സംഖ്യേനെ 10 കൊണ്ടോ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഗുണിച്ച് മാത്രം നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം അപ്പോൾ വില മാറും. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം? അതേ സംഖ്യ കൊണ്ട് തന്നെ ഹരിക്കുകയും വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 85/10 എന്ന് എഴുതാം. 8.5നെ 85/10 എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ 63നെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ താഴെ എന്തുണ്ടാവും? ഒരു 10 ഗുണിക്കണം 10 കൂടി ഉണ്ടാവും. 8.5ൻ്റെ ഒരു 10ഉം 6.3ൻ്റെ ഒരു 10ഉം. അപ്പോൾ ഈ 10 ഗുണിക്കണം 10 എത്രയാ? 100.
ശരിക്ക് ചെയ്യേണ്ട രീതിയാണ് കേട്ടോ. അപ്പോൾ നോക്ക് 8 ഇത് ക്വസ്റ്റ്യൻ എങ്ങനെയായി? 8.5 ഗുണിക്കണം 6.3 85 ഗുണിക്കണം 63 ഹരിക്കണം 100. 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നോക്ക് 85 ഗുണിക്കണം 63 ഒന്നും ചെയ്യാനില്ല, നേരിട്ട് ഗുണിച്ചോ. 3 5 15 ശിഷ്ടം 1 3 8 24 24 1 25 6 5 30 0 ഇവിടെ 3 8 6 48 48 3 51 ഈ 5 ഇട്ടു, ഈ 5 ഇട്ടു, 2 1 3 5. നമുക്ക് എന്ത് കിട്ടി? 5 3 5 5 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടി. ഇനി നോക്ക്, ഇനി നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യ അതുപോലെ എഴുതിയിട്ട് 2 സ്ഥാനം വലത്തീന്ന് മാറ്റി കുത്തിടണം കേട്ടോ. 1 2 ഇവിടെ 53.55. ഇത്തരത്തിലാണിത് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത്. പറഞ്ഞ മനസ്സിലായല്ലോ? ഇനി നോക്ക്, ഇത് നമുക്ക് പോയിന്റ് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നത് കൊണ്ട് ഇത്തരത്തിലൊന്നും നീട്ടി വലിച്ചെഴുതേണ്ട ആവശ്യമില്ല. നേരെ ഇങ്ങനൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇനി ശ്രദ്ധിച്ച് കേട്ടോ. 8.5 ഗുണിക്കണം 6.3 കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ 1.2 ഗുണിക്കണം 2.5 എന്നുള്ളൊരു സംഖ്യ, അല്ലെ 2.55 എന്നൊരു സംഖ്യയെ ഗുണിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യാം? ആ സംഖ്യയെ ഒരു സാധാരണ പോലെ ഒരു നാച്ചുറൽ നമ്പറായിട്ട് എഴുതുക. 8.5 85 എന്നും 6.3 63 എന്നും. എന്നിട്ട് അതിനെ അങ്ങ് ഗുണിക്കുക. അതിനെ ഗുണിക്കുമ്പോൾ നമുക്ക് 5355 എന്ന് കിട്ടും. എന്ത് കിട്ടും? 5355 എന്ന് കിട്ടും. എന്നിട്ട് എത്ര സ്ഥാനങ്ങളാണ് നമ്മൾ മാറ്റിയത്? ഇവിടെ 1 ഇവിടെ 1 2 അല്ലേ? ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 1 സ്ഥാനം, ഇവിടെ 1 സ്ഥാനമുണ്ട്. അപ്പോൾ ഇത് ഗുണനമാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഗുണിക്കാനാവുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. 2 സ്ഥാനമുണ്ട്, അപ്പോൾ ആ 2 സ്ഥാനം ഇവിടെ മാറ്റി പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. വലത്തിന്ന് 1 2 രണ്ടാമത്തെ സ്ഥാനത്തിന് അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉത്തരം 53.55. നോക്ക്, അതേപോലുള്ളൊരു ചോദ്യം കൂടി ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. ഇനി കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോ. 1.2 ഗുണിക്കണം 2.55. അപ്പോൾ അതാകുന്നു ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യും എന്നുള്ളതും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാവും. നോക്ക്, 1.2 എന്തെഴുതി? 12 എന്ന് എഴുതി. ഗുണിക്കണം 2.55 എന്തെഴുതി? 255 എന്ന് എഴുതി. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ? 1.2 12 എന്ന് എഴുതി, 2.55 255 എന്ന് എഴുതി. ഇവിടെ എത്ര സ്ഥാനം പോയിന്റ് മാറിയുണ്ട്? 1. ഇവിടെ എത്രയാ? ഇവിടെ 2 സ്ഥാനം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇത് മൊത്തത്തിൽ കൂട്ടിയിട്ട് എത്ര സ്ഥാനം പോയിന്റ് മാറിയിട്ടുണ്ട്? മൊത്തത്തിൽ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 സ്ഥാനം. അപ്പോൾ ടോട്ടൽ എത്ര സ്ഥാനം മാറിയിട്ടുണ്ട്? 3 സ്ഥാനം മാറിയിട്ട് പോയിന്റ് മാറിയിട്ടുണ്ട്. അത് ഓർത്ത് വെക്കണേ. ഇനി 12 ഗുണിക്കുന്ന 255 ചെയ്തോ, എത്ര കിട്ടും? 3060 കിട്ടും അല്ലേ? 12 ഗുണിക്കുന്ന 255 3060 കിട്ടും. എങ്ങനെയാ അത് ഗുണിച്ച പെട്ടെന്ന്? 255 ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, 250 + 5 എന്നാക്കി. എന്നിട്ട് 250 ഞാൻ 12 കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് പിന്നെ 5 × 12 60 എനിക്കറിയാം. അപ്പോൾ 3060 കിട്ടി. അതാണ് പെട്ടെന്ന് കിട്ടിയത് കേട്ടോ. ഇനി എന്ത് ചെയ്യണം? 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം. എവിടെന്നാ പോയിന്റ് ഇടണ്ടേ? വലത്തിന്ന്. 1 2 3 ദേ 3.060. കാര്യം മനസ്സിലായോ? ഒരു ചോദ്യം കൂടിയും ചെയ്യാം, നമുക്ക് ചെയ്തു നോക്കാം. 2.45 ഗുണിക്കണം 1.32. ഇതൊന്ന് ഗുണിച്ചു നോക്കാം. ഈ ചോദ്യം ഗുണിച്ചാൽ 2.45 ഗുണിക്കണം 1.32 എങ്ങനെ ചെയ്യാറ്? ആ പോയിന്റ് അങ്ങ് മാറ്റി 245 ഗുണിക്കണം 132. പോയിന്റ് കളഞ്ഞു. എത്ര പോയിന്റ് ഉണ്ട് ഇവിടെ? എത്ര സ്ഥാനം മാറ്റിയ പോയിന്റ് ഇട്ടേക്കണം? എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട് ഇവിടെ? ഇവിടെ ഒരു 1 2, ഇവിടെ 1 2. അപ്പോൾ ടോട്ടൽ എത്രയാ? 4 എണ്ണം ഉണ്ട് അല്ലേ? ഗുണനാകുമ്പോൾ ഞാൻ പറഞ്ഞു ആ ദശാംശ സ്ഥാനങ്ങൾ കൂട്ടി കയ്യിൽ വെക്കണം, ഗുണനാണ്. അപ്പോൾ നോക്ക്, 245 ഗുണിക്കണം 132 ഗുണിച്ചാൽ എത്ര കിട്ടും? 32,340 32,340 എന്ന് കിട്ടും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? 4 ദശാംശ സ്ഥാനങ്ങൾ മാറ്റി പോയിന്റ് ഇടണ്ടേ? ദേ 1 2 3 4. അപ്പോൾ 3.234. അപ്പോൾ 0 വേണമെന്നെങ്കിൽ എഴുതണം എന്നില്ല. ചിലപ്പോൾ ഓപ്ഷനിൽ എന്തുണ്ടായിരിക്കും? 3.234 എന്നേ ഉണ്ടാവുള്ളൂ. 0 കണ്ടില്ല എന്ന് വിചാരിച്ചത് തെറ്റാന്ന് വിചാരിക്കരുത്. കാരണം ദശാംശ സ്ഥാനത്തിന് ശേഷം വലതുവശത്ത് 0 ഉള്ളത് എങ്കിൽ ആ 0-ന് പ്രസക്തി ഇല്ല അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
അടുത്ത ചോദ്യം നോക്കാം. 135, 75, 90 എന്നീ 3 സംഖ്യകളെയും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ. വാക്ക് ശ്രദ്ധിക്ക്, പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ എന്താണത്? അതാണ് നമ്മുടെ HCF അല്ലെങ്കിൽ ഉസാഗ എന്ന് പറയുന്ന സാധനം അല്ലേ. അപ്പോൾ 135, 75, 90 ഈ 3 സംഖ്യകളുടെയും ഉസാഗ അല്ലെങ്കിൽ HCF കാണാനാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കാണാം? വളരെ സിമ്പിളായിട്ട് കാണാം. നിങ്ങൾ പലരും ചെയ്യുന്നത് ഇതിനെ ഫാക്ടർ ചെയ്തിട്ട് 135, 75, 90 എന്ന് പറഞ്ഞിട്ട് ഫാക്ടേഴ്സ് ഘടകങ്ങളാക്കിയതിന് ശേഷം ആണ് ചെയ്യാറുള്ളത് കുറേ ആളുകൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ, നിങ്ങൾക്ക് കാൽക്കുലേഷനൊക്കെ കുറച്ച് സ്പീഡാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. മറ്റേ രീതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതി ഫോളോ ചെയ്തോ. പക്ഷേ ഇതൊന്ന് നോക്കി നോക്ക്. അപ്പോൾ നമ്മൾ ആദ്യം സംഖ്യകൾ എഴുതി 135, 75, 90. എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയോ? ഇതിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള 2 സംഖ്യകളെ തമ്മിൽ എടുക്കാം. ഇപ്പോൾ ഇതിൽ അടുത്തടുത്തുള്ള വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, 75ഉം 90 ആണ് വരുന്നത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എടുക്കുക. 75ൻ്റെയും 90ൻ്റെയും വ്യത്യാസം എത്രയാ? 15. കറക്റ്റ് അല്ലേ? 90 75 കുറച്ചാൽ 15. ഇനി നോക്ക്, ഈ കിട്ടിയിരിക്കുന്ന 15 അല്ലെങ്കിൽ എല്ലാത്തിനെയും ഹരിക്കാൻ സാധിക്കുന്ന ഈ 15ൻ്റെ ഏറ്റവും വലിയ ഘടകങ്ങളോ വലിയ ഘടകമോ ആയിരിക്കും എന്ത്? HCF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ആദ്യം നിയറസ്റ്റ് ആയിട്ടുള്ള 2 സംഖ്യകളെ തമ്മിൽ എടുക്കുക, തന്നിട്ടുള്ളതിൽ അതിൽ അവയുടെ വ്യത്യാസം കാണുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 15 എന്ന് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ 15നെ കൊണ്ട് ഈ 3 സംഖ്യേനെ ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. 90നെ ഹരിക്കാൻ പറ്റുമോ? പറ്റും. 75നെ 15 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 15 5 അല്ലേ. അതുപോലെ 135നെ 15 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 150 15 കുറച്ച് കഴിഞ്ഞാൽ 135. വളരെ പെട്ടെന്ന് കാൽക്കുലേഷൻ തലയിൽ അങ്ങനെ ഓടണം കേട്ടോ. അപ്പോൾ ഈ 3 15 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 15 തന്നെ ആയിരിക്കും. HCF എത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ മനസ്സിലായോ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്താ ചെയ്തത്? ഇതിൻ്റെ വ്യത്യാസം എടുക്കുക. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള 2 സംഖ്യകൾ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവയുടെ വ്യത്യാസം എടുക്കുക. എന്നിട്ട് ആ വ്യത്യാസത്തെ കൊണ്ട് തന്നിട്ടുള്ള സംഖ്യകളെയൊക്കെ ഹരിക്കാൻ പറ്റുമോ നോക്കുക. ഹരിക്കാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും? അതാണ് നമ്മുടെ HCF എന്ന് പറയണത്. ഒരു എക്സാമ്പിളും കൂടി നോക്കിയാലോ. ഇപ്പം ഞാൻ പറഞ്ഞ ചോദ്യം വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ഒരു ടഫായിട്ടുള്ളൊരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു രീതി യൂസ് ചെയ്യുന്ന ടഫായിട്ടൊരു ചോദ്യം എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. HCF കാണാനാണ് 126, 72, 96 ഈ സംഖ്യകളുടെ HCF കാണാനാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കി നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? അടുത്തടുത്ത 2 സംഖ്യകൾ സെലക്ട് ചെയ്യുക. ഏതൊക്കെയാണ് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റുക? 72ഉം 96 അല്ലേ. 72ഉം 96. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണാം. 72ൻ്റെയും 96ൻ്റെയും വ്യത്യാസം എത്രയാണ്? 24. കറക്റ്റ് അല്ലേ? 96ന് 72 പോയാൽ 24. ഇനി എന്ത് ചെയ്യാമെന്നറിയോ? ഈ 24നെ കൊണ്ട് 72നെ ഹരിക്കാൻ പറ്റുമോ? പറ്റും. 96നെ ഹരിക്കാൻ പറ്റുമോ? പറ്റും. പക്ഷേ ഈ 126നെ ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? 24 × 5 120. നോക്ക്, 24 × 5 120 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 24ൻ്റെ പകുതി എന്ന് പറയുന്നത് 12. അതിൻ്റെ ഒപ്പം ഒരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 24 × 5 ആയി. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകളിൽ കേട്ടോ. അപ്പോൾ 120 വരേണ്ടത്. പക്ഷെ 126 അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ 24 പറ്റില്ല. ഇനി അപ്പോൾ 24ൻ്റെ ഏറ്റവും വലിയ ഘടകം ഏതാണെന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയണം 24ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്. 24ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 12 × 2 അല്ലേ. ഇനി വേറെ ഘടകം ഏതാ? 8 × 3. ഇനി ഉണ്ടോ? 6 × 4 അല്ലെങ്കിൽ 24 × 1. നമ്മൾ 24 × 1 നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. എല്ലായ്പ്പോഴും എന്താ വെച്ചാൽ നമ്മൾ 24നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണല്ലോ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മളിതിൽ ഏറ്റവും വലിയ ഘടകം ഏതാ? 12. അപ്പോൾ 12നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടിനും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 126നെ ചെയ്യാൻ പറ്റുമോ നോക്കാം. 12നെ കൊണ്ട് 126നെ ഹരിക്കാൻ പറ്റുമോ? നിശേഷം ഹരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം 12 × 10 എന്ന് പറയുന്നത് 120. ഇവിടെ 126 വരുന്നത്. അപ്പോൾ പിന്നെ അടുത്ത വരാൻ പോകുന്ന സംഖ്യ എന്ന് പറയുന്നത് 120നോട് 12 കൂട്ടിയാൽ 132 ആയിരിക്കും. അപ്പോൾ ഇതും പറ്റില്ല. അപ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും? അതിൻ്റെ തൊട്ടടുത്തെന്ന് പറഞ്ഞിട്ട് 6 പോയിട്ട് ചെയ്തു നോക്കരുത്. കാരണം ദേ ഈ 8 ഉണ്ട് കിടക്കുന്നത്. തൊട്ടടുത്ത ഏറ്റവും വലിയ ഘടകം ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 8 നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. 126നെ പറ്റുമോ? ഇല്ല. 15 8 120. 16 8 128. എങ്ങനെ എനിക്ക് ഈ 15 8 120 കിട്ടുന്നത്?
10 × 8 എന്ന് പറയുന്നത് 80 5 × 8 അല്ലെങ്കിൽ 8 × 5 എന്ന് പറയുന്നത് 40 80ഉം 40ഉം കൂട്ടിയാൽ 120 അതായത് 15 × 8 എന്ന് പറഞ്ഞാൽ 120 അങ്ങനെ കിട്ടണം. അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ കാൽക്കുലേഷൻസ് പോവേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 8ഉം പറ്റൂല എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി അടുത്തത് ആരാ? അതെ 6. അല്ലാതെ 4 എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ് തൊട്ടടുത്ത ഏറ്റവും വലിയ ഘടകം ഏതാണെന്നാണ് നോക്കുക. അപ്പോൾ 6 കൊണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതായത് നോക്ക് 126 എന്ന് പറഞ്ഞ സംഖ്യയാണ് തന്നിട്ടുള്ളത്. 1ഉം 2ഉം 6ഉം ഇതിന് 3നെയും കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക? 9. ഈ 6 ആണ് ലാസ്റ്റത്തെ സംഖ്യ. അപ്പോൾ അതെന്താണ്? ഇരട്ട സംഖ്യയാണ്. കൂട്ടിക്കഴിഞ്ഞാൽ 3 കിട്ടുന്നത്. 3നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ? 3ൻ്റെ ഗുണിതമാണ് 9 എന്ന് പറയുന്നത്. ഈ രണ്ട് സാധനങ്ങളും ചേരുന്നത് ഏത് സംഖ്യയ്ക്കാണ്? ഏത് സംഖ്യനെ കൊണ്ട് ഹരിക്കാൻ പറ്റുമ്പോഴാണ് ഈ രണ്ട് എന്താണ് പറയുക, ഈ രണ്ട് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഏത് സംഖ്യനെ കൊണ്ട് ഹരിക്കാൻ പറ്റുമ്പോഴാണ്? 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമ്പോഴാണ്. എന്ത് ഇരട്ട സംഖ്യയാണോ നോക്കുക? ഇരട്ട സംഖ്യയാണ്. പിന്നെന്താണ്? 3ൻ്റെ ഗുണിതമാണ് നോക്കുക. 1ഉം 2ഉം 3, 3ഉം 6ഉം 9. 9 3ൻ്റെ ഗുണിതല്ലേ? അപ്പോൾ ഇത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണ് അല്ലേ? അപ്പോൾ നമുക്കിത് എന്താണ്? നമ്മുടെ ഉത്തരം ഏതായിരിക്കും? 126, 72, 96 എന്നതിൻ്റെ HCF എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം 6 ആയിരിക്കും. ഇത് കാണുമ്പോൾ ടഫാണെന്ന് തോന്നും, പക്ഷെ നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അത്രയും സിമ്പിളായിട്ട് HCF നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് നോക്ക്, ഈ ചോദ്യം വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ സെക്കൻഡിൽ അതിൻ്റെ ഉത്തരം നോക്ക്. 135, 75, 90 നോക്കി, എന്നിട്ട് അതിൻ്റെ ഏറ്റവും അടുത്തടുത്ത രണ്ട് സംഖ്യകൾ എടുത്തു. 75, 75ഉം 90ഉം 90, 75 തമ്മിലുള്ള വ്യത്യാസം 15 എടുത്തു. 15നെ കൊണ്ട് 3 ഹരിക്കാൻ പറ്റുക? പറ്റും. പരിപാടി കഴിഞ്ഞു. ഓപ്ഷൻ സി ഉത്തരം. PSC ഒക്കെ ഈ ലെവലിലേ ചോദിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളൊരു ഡിഗ്രി ലെവലൊക്കെയാണ് നോക്കണമെന്നുണ്ടെങ്കിലാണ് ഈ ഒരു ടൈപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പിലേക്ക് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ സാധാ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നേ. ഇതേ നോക്ക്, 135, 75, 90. നമ്മൾ കുറേ സമയം എടുക്കേണ്ടത്, എന്നാലും ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. നോക്ക് 135, 75, 90 നമ്മളെങ്ങനെയാണ് ചെയ്യുക? സാധാരണഗതിയിൽ നമ്മളെങ്ങനെ ചെയ്യുക? ഏറ്റവും ചെറിയ സംഖ്യകളിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക അല്ലേ? പക്ഷെ നമ്മളെപ്പോഴും PSC ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റണ ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെ 5 കൊണ്ട് പോകുന്ന സംഖ്യകളായതുകൊണ്ട് 5 കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ 5 കൊണ്ട് ഹരിക്കാൻ പറ്റൂല്ലേ? 135 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 25 × 5 125 അപ്പോൾ 27 എന്ന് കിട്ടും അല്ലേ? അതുപോലെ 75 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 15 15 അല്ലേ? അതെ, 15 × 5 75. അതുപോലെ 90 18 അല്ലേ? 18 90 കിട്ടാൻ. ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഏതാ സംഖ്യ? ഇതിൽ കോമൺ ഏതാ? 3 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? 3 കൊണ്ട് ചെയ്താൽ 3 9 27, 3 5 15, 3 6 18. ഇനി ചെയ്യാൻ പറ്റുമോ? 9 5 6 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 5 ഗുണിക്കണം 3, 3 5 15. ഇതാണ് ഇതിൻ്റെ ഉത്തരം 15 എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ HCF കാണാം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ PSC പരീക്ഷയ്ക്ക് നോക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ലെവലിലുള്ള ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നോക്കുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇത് പഠിക്കുക. പക്ഷേ ആദ്യം ഈ സാധനം അറിയണം, എന്നിട്ട് ഇത് പഠിക്കുക. നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒരു കോഴ്സ് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതി പഠിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡും കൂടി എന്തായാലും ഇതിൻ്റെ കൂടെ പഠിച്ചു പോകണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്ക്. റൂട്ട് ഓഫ് 9 + 16 = X ആണെങ്കിൽ എക്സിൻ്റെ വില എത്ര? എടാ ഇവിടെ എന്താ പറഞ്ഞേക്കണേ? ഈ റൂട്ട് ഓഫ് 9 + 16 ചെയ്യാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് = X എന്ന് പറഞ്ഞു. എങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില എന്തെന്നൊന്നും ചോദിച്ച് കൺഫ്യൂഷൻ ആവേണ്ട. അതെ, ഈ റൂട്ട് ഓഫ് 9 + 16 എന്താണെന്നാണ് ആ ചോദ്യം. റൂട്ട് ഓഫ് 9 + 16 എന്താ? റൂട്ടിൻ്റെ ഉള്ളിൽ 9ഉം 16ഉം ഉണ്ട്. അതിനെ രണ്ടിനെയും കൂട്ട്. 9ഉം 16ഉം കൂട്ടിയാൽ ഏതൊരു കുട്ടി PSC അറിയണ ആൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. ഇതൊക്കെ ഒരു സെക്കൻഡ് പോലും വേണ്ട, അത് കണ്ട ഉത്തരം എഴുതി പോകണം. 9ഉം 16ഉം കൂട്ടി എത്രയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ മനപ്പാടായിട്ടുണ്ടാവണം. പരീക്ഷ എഴുതിയിട്ട് 25 ആയിരിക്കും. 9ഉം 16ഉം കൂട്ടിയാലേ 25. 25ന് റൂട്ട് എത്രയാ? 5. അതാണ് നമ്മുടെ ഉത്തരം. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 5 ആണ്. ഇതൊന്നും അധികം സമയം എടുക്കരുത് നിങ്ങൾ കേട്ടോ. അതേപോലെ ഒരു ചോദ്യം കൂടി നിങ്ങൾ പിടിച്ചോ. റൂട്ട് ഓഫ് 36 + 64. ഇങ്ങനെയാണ് ഇത് ചോദ്യം വന്നിട്ടുണ്ടെങ്കിലോ = X എന്നൊക്കെ പറഞ്ഞിട്ട് X ആണെങ്കിൽ എക്സിൻ്റെ വില എത്ര എന്നൊക്കെ ചോദിച്ചിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് കാണേണ്ടത്? റൂട്ട് ഓഫ് 36 + 64 കാണേണ്ടത്. 36 64 കൂട്ടിയാൽ എത്രയാണ്? 100. എന്തിൻ്റെ ഉള്ളിൽ? റൂട്ടിൻ്റെ ഉള്ളിൽ. റൂട്ട് 100 എത്ര? 10. നമ്മുടെ ഉത്തരം ഇതായിരിക്കും.
ഇത്രയും സിമ്പിളായിട്ടാണ് ഈ ചോദ്യങ്ങൾ PSC ചോദിക്കണത്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. ഈ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, പൈതഗോറസ് തിയറൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് പൈതഗോറസ് തിയർ എന്നോ, പൈതഗോറസ് തിയർ എന്താണെന്ന് ചോദിക്കും. കർണം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഒക്കെ പഠിച്ചിട്ടില്ലേ? ആ സാധനം, സ്കൂളിൽ പഠിച്ച സാധനം, അതാണ് ഈ എന്ത് പൈതഗോറസ് തിയർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവേണ്ട സംഖ്യകളാണ് 9ഉം 16ഉം കൂട്ടി 25 കാര്യം. അത് റൂട്ടിൻ്റെ ഉള്ളിൽ വരും എന്നുള്ള കാര്യം. റൂട്ട് ഓഫ് 9 പ്ലസ് റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 9 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 25 വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണെന്നുള്ളതൊക്കെ നിങ്ങൾ മനപ്പാടായിട്ട് നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ ആയിട്ടുണ്ടാവണം ചോദ്യം കാണുമ്പോൾ തന്നെ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 108 km/മണിക്കൂർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? നല്ല ചോദ്യമാണ് അല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എങ്ങനെയാണ് നമ്മൾ ദൂരം കണ്ടുപിടിക്കേണ്ടത്, വേഗത കണ്ടുപിടിക്കേണ്ടത്, സമയം കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇക്വേഷൻ എങ്ങനെ പഠിച്ചാൽ നമ്മളൊരു ത്രികോണം വരച്ചിട്ടാണ് പഠിച്ചത്. അത് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളുടെ ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനത് ഇക്വേഷൻ മാത്രമാണ് പറയുന്നത്. എന്താ കാണേണ്ടത്? നമുക്ക് എത്ര ദൂരം സഞ്ചരിക്കും എന്നാ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വേഗത തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ് കാണേണ്ടത്? ദൂരമാണ് കാണേണ്ടത്. ദൂരം കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞാൽ എങ്ങനെ ഇത് കാണാൻ പഠിക്കേണ്ടതെന്നുള്ള ഇക്വേഷനൊക്കെ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ദൂരം കാണാനുള്ള എന്ത് ചെയ്യണം? വേഗത ഗുണിക്കണം സമയമാണ് ചെയ്യേണ്ടത് അല്ലേ? ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, യൂണിറ്റുകൾ കറക്റ്റാക്കണം. ഇപ്പോൾ km/മണിക്കൂർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തിലായിരിക്കണം? കിലോമീറ്ററിനെ മണിക്കൂർ കൊണ്ട് ഗുണിച്ചിട്ടാണ് നമ്മൾ ദൂരം കാണേണ്ടത്. അതുപോലെ മീറ്റർ/സെക്കൻഡ് എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? സെക്കൻഡ് കൊണ്ട് ഗുണിച്ചിട്ടാണ് അതിനെന്താക്കണം? മീറ്ററിലേക്ക് ആക്കേണ്ടത്. ഇവിടുത്തെ കേസിൽ നോക്കുമ്പോൾ 108 km/മണിക്കൂർ എന്ന് തന്നിട്ടുണ്ട്, പിന്നെ 1 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് ഒരു ഇക്വേഷനോ എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഇതിനെ എന്താക്കാൻ പഠിച്ചിട്ടില്ല. ഇതിനെ 5/18 കൊണ്ട് ഗുണിക്കാനോ 18/5 കൊണ്ട് ഗുണിക്കാനോ ഒന്നും നമ്മൾ മെനക്കെടണ്ട. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മൾ ഓപ്ഷൻസ് ആദ്യം നോക്കുക. ഓപ്ഷൻ നോക്കുമ്പോൾ ഒക്കെ ഒന്ന് 1800 മീറ്റർ, ഒന്ന് 1080 മീറ്റർ, ഒന്ന് 108 മീറ്റർ, ഒന്ന് 1008 മീറ്റർ. അപ്പോൾ മീറ്ററിലാണ് പരിപാടി. പിന്നെന്താണ്? 1 മിനിറ്റ് കൊണ്ടാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ആദ്യം 108 km/മണിക്കൂർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ. അപ്പോൾ നമ്മളെ വേഗത 108 എന്ന് എടുത്തു. ഗുണിക്കണം സമയം എത്രയാ? 1 മിനിറ്റാ. പക്ഷെ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം 108 km/h ആണ് അല്ലേ? ഇവിടെ മിനിറ്റാണ്. മിനിറ്റ് അപ്പോൾ നമുക്ക് മാറിയിട്ട് എന്താണ് വേണ്ടത്? അവറാണ് വേണ്ടത്. അപ്പോൾ അവറാക്കാൻ, മിനിറ്റിനെ മണിക്കൂറാക്കാൻ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഹരിക്കണം. എടാ എന്നാ ഞാൻ പറഞ്ഞത്? മിനിറ്റിനെ മണിക്കൂറാക്കാൻ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഹരിക്കണം. ഇത്രയും ചെയ്താൽ ഉത്തരമായോ? ഇല്ല. ഇത്രയും ചെയ്താൽ ഉത്തരമായിട്ടില്ല. ഇത്രയും ചെയ്താൽ നമുക്ക് കിലോമീറ്ററിൽ എത്ര ദൂരം പോകുന്നുള്ളത് കിട്ടും. ഐ മീൻ എത്ര ദൂരമാണ്, എത്ര കിലോമീറ്ററാണ് ദൂരം എന്നുള്ളത് ഇത്രയും ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ. പക്ഷെ നമുക്ക് വേണ്ടത് മീറ്ററിലാണ്. അപ്പോൾ മീറ്ററിലാക്കാൻ, കിലോമീറ്ററിന് മീറ്ററാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? 1000 മീറ്ററാണ്. അപ്പോൾ 1000നെ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, എന്ത്? കിലോമീറ്ററിനെ മീറ്ററാക്കാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഗുണിക്കണം. കാരണം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. അതുപോലെ തന്നെ മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഹരിക്കണം. കാരണം 60 മിനിറ്റുകൾ ചേർന്നതാണ് എന്ത്? 1 മണിക്കൂർ. കിട്ടിയോ? വല്ലതും കിട്ടിയോ? അപ്പോൾ ഈ രണ്ട് കാര്യം ഓർക്കുക. എന്ത്? കിലോമീറ്ററിനെ മീറ്ററാക്കാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. അതുപോലെ തന്നെ മിനിറ്റിനെ മണിക്കൂറാക്കാൻ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഹരിച്ചാൽ മതി.
മറക്കില്ല. അത് പ്രോബ്ലംസൊക്കെ ചെയ്ത് നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് വെട്ടി ചെറുതാക്കി നോക്കാം. ഈ 0 പോയി. ഇനി എന്ത് ചെയ്യാം, 108നെ 6 കൊണ്ട് ഹരിക്കാം അല്ലേ. 108നെ 6 കൊണ്ട് ഹരിച്ചാൽ 18 എന്ന് കിട്ടും അല്ലേ. 108നെ 6 കൊണ്ട് ഹരിച്ചാൽ 18 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കി 18 × 1 × 100, അപ്പോൾ 1800 എന്ത് മീറ്റർ. 1800 മീറ്റർ. ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. കുറേ ആൾക്കാർ എന്ത് ചെയ്യും, 108 ഗുണിക്കണം 1, 108 മീറ്റർ, അതാണ് ഉത്തരം എന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. അതല്ല, 1800 മീറ്ററാണ് ഉത്തരം. ചെയ്തത് ശരിക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. വേഗത ഗുണിക്കണം സമയമാണ് എന്ത്, ദൂരം കാണാനുള്ള ഇക്വേഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം km/s മണിക്കൂറിലാണ് നമ്മുടെ വേഗത. അതിനെന്ത് ചെയ്തു, മണിക്കൂറിലുള്ള സമയം കൊണ്ട് ഗുണിച്ചു. മണിക്കൂറിലുള്ള സമയം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റി 1/60. അപ്പോൾ നമുക്ക് കിലോമീറ്ററിലുള്ളതാണ് കിട്ടുക. അപ്പോൾ അത് നമുക്ക് മീറ്റർ ആക്കണ്ടേ. അതിന് മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം, 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. പരിപാടി മനസ്സിലായില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 400 രൂപ വിലയുള്ള സാധനത്തിന് 12% ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. നമ്മളെപ്പോഴും ചെയ്യുന്ന രീതിയിലും പറയാം, പിന്നെ കുറച്ചുകൂടി ഈ ചോദ്യത്തിനൊക്കെ സിമ്പിളായിട്ട് ചെയ്യേണ്ട രീതിയും പറയാം. നമ്മൾ ചെയ്യുന്ന രീതി ഒരു രീതി, അത് ഫോളോ ചെയ്യണം, എപ്പോഴും ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റത് നിങ്ങൾ പഠിച്ചിരിക്കും വേണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏതാ ഈസി എന്നുള്ളത് അത് നിങ്ങൾ എടുക്കുക. 400 രൂപ വിലയുള്ള സാധനത്തിന്, അപ്പോൾ ആ സാധനത്തിൻ്റെ വാങ്ങിയ വില 400 ആണ് എന്നല്ലേ പറയണേ. ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, വാങ്ങിയ വില എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് വാങ്ങിയ വില എന്ന് പറയുന്നത്? എപ്പോഴും 100%. ഈ 100% എന്ന് പറയുന്നതാണ് എന്ത്, 400 രൂപ, അതായത് വാങ്ങിയ വില. ഓക്കെ, 400 രൂപ വിലയുള്ള സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 100% 400 രൂപയാണ്. അതാദ്യം എഴുതുക. 12% ലാഭം ലഭിക്കണമെങ്കിൽ, 12% ലാഭം എന്ന് പറയുന്നത് നമ്മുടെ വാങ്ങിയ വിലയോട് എന്ത് ചെയ്യുക, നമ്മുടെ ലാഭം കൂടി കൂട്ടിയാൽ, ലാഭം എന്ന് പറയുമ്പോൾ കൂട്ടുക, നഷ്ടം എന്ന് പറയുമ്പോൾ കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യും, പുതിയ ശതമാനം എത്രയായിരിക്കും? അപ്പോൾ ലാഭം നോക്കിയാൽ 112% അല്ലേ ആവുക. അതെത്രയാണ് എന്നാണ് ചോദ്യം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? ഇതുപോലെ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഈ 112 400 കൊണ്ട് ഗുണിക്കും. 400 ഗുണിക്കണം 112 ഡിവൈഡഡ് ബൈ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തല്ലോ. 100 ഗുണിക്കണം ഈവൻ, ഇതാരാ നമുക്കറിയില്ല, അതാ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ താഴെ ആരെ മാത്രം എഴുതിയാൽ മതി, 100നെ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഈ 2 0 വെട്ടിപ്പോയി, ഈ 2 0 വെട്ടിപ്പോയി. 4 ഗുണിക്കണം 112 എത്രയാ? 112നെ 4 കൊണ്ട് ഗുണിച്ചാൽ എങ്ങനെയാണ് 112നെ 4 കൊണ്ട് മനസ്സിൽ ഗുണിക്കുക? ആദ്യം 100 + 12 ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ 110 + 2 ആയിട്ട് എടുക്കുക. എങ്ങനെ വേണേലും എടുക്കാം. 100 + 12 ആണെന്നുണ്ടെങ്കിൽ 100 × 4 400, 12 × 4 48, 400 + 48 എത്രയാ? 448. ഇങ്ങനെ വേണേൽ മനസ്സിൽ ഗുണിക്കാം. ഇനി അല്ല, 4 ഗുണിക്കണം 112നെ നമുക്ക് 110 + 2 എന്നുള്ള രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, 4 ഗുണിക്കണം 110 എത്രയാ? 440 പ്ലസ് 2 ഗുണിക്കണം 4 എത്രയാ? 8. 440 8 കൂട്ടിയാൽ എത്രയാ? 448. അങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മനസ്സിൽ തന്നെ ഇതൊക്കെ ഗുണിച്ച് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പറയുന്ന ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതല്ല എങ്കിൽ എങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഇതുപോലെ ഇത്ര വലിയ കാൽക്കുലേഷൻ. പക്ഷേ ഇത് ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം. തെറ്റില്ല. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചെയ്താൽ തെറ്റില്ല. ഗുണിച്ചതും ഹരിച്ചതും ശരിയാണെങ്കിൽ തെറ്റൂല. ഓക്കെ, അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, 400 രൂപ വിലയുള്ള സാധനത്തിന് 12% ലാഭം വേണമെന്നല്ലേ പറയണേ. അപ്പോൾ 400ൻ്റെ 12% എത്രയാണെന്ന് ആദ്യം കാണാം. അപ്പോൾ 400ൻ്റെ 12% കാണാൻ 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ 400 × 12/100 ചെയ്യാം. പക്ഷെ അതൊന്നും ഒരു പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ സുഖമുള്ള പരിപാടിയല്ല കേട്ടോ. 400ൻ്റെ 12% കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ 12% ആദ്യം സ്പ്ലിറ്റ് ചെയ്യാം. 10%, 2%. അപ്പോൾ 400ൻ്റെ 10% എത്രയാ? 40. 400ൻ്റെ 10%, ഏതൊരു സംഖ്യേൻ്റെയും 10% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പോയിന്റ് മാറ്റി ഇപ്പുറത്തേക്ക് കുത്തിട്ടാൽ മതി. 502ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാ? 50.2.
ഇനിയിപ്പോൾ 502 പകരം 500ൻ്റെ 10% എന്നാണെങ്കിലോ 50.0, അതായത് 50. അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 40 കിട്ടി. 400ൻ്റെ 10% 40 കിട്ടി. ഇനി 2% കൂടിയും കാണണം അല്ലേ. അപ്പോൾ 400ൻ്റെ 1% എത്രയാണ്? നോക്ക്, നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോ കേട്ടോ. എടാ നിങ്ങളിത് മറ്റേ പഠിച്ചിട്ടുണ്ട്. 100%, 10%, 1%. ഇത് ഇത് നോക്കി നോക്ക്. 400 സംഖ്യ. 400ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 40. 400ൻ്റെ 1% എന്ന് പറഞ്ഞാൽ 4. മനസ്സിലാക്കിക്കോട്ടോ. 500ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 50. 1% എന്ന് പറഞ്ഞാൽ 5. ഇനി അടുത്ത് പോയിക്കോ. 750 നോക്കാം. 750ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 75. 750ൻ്റെ 1% എന്ന് പറഞ്ഞാൽ 7.5. ഞാൻ പറഞ്ഞേക്കണ കാര്യം നിങ്ങൾക്ക് കത്തിയോ? എങ്ങനെ എടുക്കാമെന്ന് മനസ്സിലായോ? മനസ്സിലായിരിക്കണം കേട്ടോ. എന്ത് ചെയ്ത് ഒരു പോയിൻ്റ് മാറ്റി കുത്തിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് 1% എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ 400ൻ്റെ 10% എത്രയാണ്? 40 പ്ലസ് 400ൻ്റെ 1% എത്രയാണ്? 4 അല്ലേ. പിന്നെ ഒരു 2% നമുക്ക് 1% 4 ആണെന്നുണ്ടെങ്കിൽ 2% എത്രയായിരിക്കും? 4 × 2 എത്രയായിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ നമുക്ക് 48 എന്ന് കിട്ടി. ഇപ്പോൾ കിട്ടിയതെന്ന് പറയുന്നത് 400ൻ്റെ 12% ആണല്ലോ. ഈ 48നെ ഈ 400ഓടുകൂടി കൂട്ടുക. 400 പ്ലസ് 48, അപ്പം കിട്ടും 448 എന്ന്. അതായിരിക്കും നമ്മുടെ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് നമ്മുടെ 112% എന്ന് പറയുന്നത് ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 2ൽ നിന്നും എത്ര കുറച്ചാൽ 0.99 കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സാധാരണഗതിയിലൊക്കെ ഒരാൾ എങ്ങനെ പ്രോബ്ലം ചെയ്യുക? ശരിക്കും ഈ ചോദ്യം എന്ന് പറയുന്നത് എന്താ? 2 കുറയ്ക്കണം. എത്ര കുറച്ചാൽ, അപ്പോൾ ആ സംഖ്യ നമുക്ക് അറിയാത്തതുകൊണ്ട് ആ സംഖ്യയെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. സമം 0.99. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അല്ലേ. 2ൽ നിന്നും എത്ര കുറച്ചാൽ 0.99 കിട്ടും എന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? 2 കുറയ്ക്കണം എക്സ് സമം 0.99. അപ്പോൾ നമുക്ക് എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ 2ൻ്റെ അടുത്തോട്ട് ഈ 0.99നെ കൊണ്ടുവരിക. അപ്പോൾ എന്ത് ചെയ്യും? 2 ഇവിടെ 0.99 സമത്തിനപ്പുറത്ത് പ്ലസ് ആണ്, പക്ഷെ സമത്തിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് എന്നാവും. -0.99 സമം ഈ സമത്തിൻ്റെ അപ്പുറത്തോട്ട് ഈ -x പോകുമ്പോൾ എന്താവും? മൈനസ് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ ഇത് വെറും എക്സ്. അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് 2 കുറയ്ക്കണം 0.99 ആണ്. അതായത് ഒരു സംഖ്യയിൽ നിന്നും എത്ര കുറച്ചാൽ മറ്റൊരു സംഖ്യ ലഭിക്കും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സംഖ്യയിൽ നിന്നും എത്ര കുറച്ചാൽ മറ്റൊരു സംഖ്യ ലഭിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ചോദ്യകർത്താവ് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണാനാണ്. ഇപ്പോൾ തന്നേക്കുന്ന സംഖ്യകളുണ്ടല്ലോ, ഒരു സംഖ്യയിൽ നിന്ന് എത്ര കുറച്ചാൽ മറ്റൊരു സംഖ്യ ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്ന സംഖ്യയിൽ നിന്ന് രണ്ടാമത് തന്ന സംഖ്യ കുറയ്ക്കുക, അതാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2 കുറയ്ക്കണം 0.99 ചെയ്താൽ മതിയാകും. ഇവിടെയും നമുക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതെങ്ങനെയാണ് ചെയ്യുക? എനിക്ക് അറിയില്ല, എനിക്ക് പോയിന്റ് വെച്ചിട്ടുള്ള കുറയ്ക്കൽ അറിയില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? കുറയ്ക്കലിൻ്റെ കേസിലും കൂട്ടലിൻ്റെ കേസിലുമാണേ. നോക്കിക്കോ, 0.99 അല്ലേ? 0.99 അല്ലേ? ഈ 0.99നെ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ഇല്ലാത്ത സംഖ്യ ആക്കണം. അപ്പോൾ അതിന് നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കേണ്ടി വരും? 2 പോയിന്റ് ഇല്ല, അവിടെ 2 സ്ഥാനം മാറിയിട്ടല്ലേ. അപ്പോൾ എത്ര കൊണ്ട് ഗുണിക്കേണ്ടി വരും? 100 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ കൂട്ടലും കുറയ്ക്കലൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരെയും ഒരേപോലെ ചെയ്യണം. അപ്പോൾ ഈ 0.99നെ എത്ര കൊണ്ട് ഗുണിക്കുന്നു? 100 കൊണ്ട് ഗുണിക്കുന്നു. അതിനെപ്പോലെ തന്നെ 2നെ 100 കൊണ്ട് ഗുണിക്കണ്ടേ? ഗുണിക്കണം. അല്ലാതെ 2ന് പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ ഗുണിക്കാതിരിക്കരുത്. 2 എന്ന് പറഞ്ഞാൽ 2.0000 ആണ്. അതിനെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2നെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്കൊരു വില കിട്ടുമല്ലോ. എന്നിട്ട് അതിൻ്റെ വ്യത്യാസം കാണുക. അതിൻ്റെ വ്യത്യാസമല്ല, അതിൻ്റെ വ്യത്യാസം കാണുക, കിട്ടിയതിൻ്റെ വ്യത്യാസം കാണുക. എന്നിട്ട് അതിനെ
അവസാനം വ്യത്യാസം കണ്ടിട്ട് ആദ്യം ഒരു 100 കൊണ്ട് ഗുണിച്ചില്ലേ, ആ 100നെ കൊണ്ട് തന്നെ ഹരിക്കണം. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. ഓക്കെ, അതാണ് ശരിക്കും ഞാൻ ഫസ്റ്റ് പറഞ്ഞതെന്ന് അതേമാതിരി ഒരു സംഭവം. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കണേ നോക്കാം. 2 സ്ഥാനം മാറ്റിയിട്ടല്ലേ പോയിന്റ് ഇട്ടേക്കണത്. അപ്പോൾ 2 പൂജ്യമുള്ള സംഖ്യേനെ കൊണ്ട് 2നെ ഗുണിക്കുക. അപ്പോൾ 2നെ ഗുണിക്കുകയാണ്, 2നെ ഗുണിച്ചു 2 പൂജ്യം കൊണ്ട്, അപ്പോൾ 200 കുറയ്ക്കണം. 0.99നെ 100 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം എന്തായി, 99 അതായത് കാര്യം ഇപ്പോൾ കത്തിയല്ലോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇതെന്ന് 200-ന്ന് 99 കുറയ്ക്കുക എന്നുള്ള പോലെയായി ചോദ്യം. 299 കുറച്ചാൽ 101. കറക്റ്റ് അല്ലേ? കഴിഞ്ഞില്ല. ഇത്ര എത്തിയതിന് ശേഷം എത്ര പോയിന്റ് മാറ്റിയിട്ടാണ് നമ്മൾ കുത്തിട്ടത്, അല്ലെങ്കിൽ എത്ര കൊണ്ടാണ് നമ്മൾ ഗുണിച്ചത്? 100 കൊണ്ടല്ലേ ഗുണിച്ചത്. 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിൽ ലാസ്റ്റ് വന്നിട്ട് എത്ര പൂജ്യം? 2 പൂജ്യം അല്ലേ? അപ്പോൾ 2 സ്ഥാനം ഇങ്ങോട്ട് മാറ്റിയിട്ട് പോയിന്റ് ഇടുക, 1.01. അല്ലെങ്കിൽ ഈ സംഖ്യയെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ 101, അതിനെ 100 കൊണ്ട് ഹരിക്കുക. അതായത് 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അതായത് 101നെ 2 സ്ഥാനം മാറ്റി 1, 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക, 1.01. ഏതാ ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ്. ഒരു ടാങ്കിൽ 3/5 ഭാഗം വെള്ളമുണ്ട്. 80 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു. എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? നോക്ക്, ഒരു ടാങ്കിൽ 3/5 ഭാഗം ഓൾറെഡി വെള്ളമുണ്ട്. ടോട്ടൽ എത്ര വെള്ളം? 5 ഭാഗം. നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ 3/5 ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മനസ്സിലാക്കുക. മൊത്തം 5 ഭാഗമായിട്ട് വെള്ളമുണ്ട്. അതിൽ 5 ഭാഗമാണ് വെള്ളം ഉള്ളത്, ഉണ്ടാവേണ്ടത്. അതിൽ 3 ഭാഗം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ബാക്കി എത്ര ഭാഗം വെള്ളം നിറയാണ്ടേന്നേ? 2 ഭാഗം അല്ലേ? നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക ചോദ്യം. 3/5 ഭാഗം വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്ര ഭാഗമാണ്? 5 ഭാഗമാണ് അതിൻ്റെ മൊത്തം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിൽ പക്ഷെ എത്ര ഭാഗം വെള്ളം ഉണ്ട്? 3 ഭാഗം വെള്ളമുണ്ട്. അതാണ് എന്ത്? 3/5 ഭാഗം വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം മൊത്തം 5 ഭാഗമാണ് അതിൻ്റെ കപ്പാസിറ്റി, പക്ഷെ അതിൽ 3 ഭാഗത്തോളം എന്തുണ്ട്? വെള്ളമുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഇനി ആ ചോദ്യം ബാക്കി നോക്ക്. 80 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു. അതായത് 3 ഭാഗം വെള്ളത്തിലേക്ക് 80 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു. അതായത് ആ 3 ഭാഗം എന്തായി? 5 ഭാഗമായി. അപ്പോൾ അത് എത്ര ഭാഗമാണ് ആ വെള്ളം? 2 ഭാഗം ആണ് എന്ത്? നമ്മളിപ്പോൾ ഒഴിച്ച 80 ലിറ്റർ എന്ന് പറയണത്. 80 ലിറ്റർ എന്ന് പറയണത് എന്താണ്? ആ ബാക്കിയുള്ള 2 ഭാഗമാണ്. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? അത് മനസ്സിലായ ഈ ചോദ്യം കഴിഞ്ഞു. എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് ചോദിച്ചേ. 2 ഭാഗം 80 ലിറ്റർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കറിയാം ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാ? ദേ ഈ അടിയിൽ എഴുതിയിരിക്കണാവും അതിൻ്റെ കപ്പാസിറ്റി കേട്ടോ, 5 ഭാഗം. അപ്പോൾ ഈ 5 ഭാഗം എന്ന് പറയുന്നത് കണ്ടുപിടിച്ചാൽ നമ്മുടെ ഉത്തരമായി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ ചെയ്യാറുള്ളത്? ദേ എപ്പോഴും ഇങ്ങനെ ഞാൻ എന്താ എഴുതിയാൽ കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ എന്ത് ചെയ്യാനാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. 5 ഗുണിക്കണം 80 ഡിവൈഡഡ് ബൈ ദേ 2 ഭാഗം ഗുണിക്കണം ദേ ഇയാളെ കിട്ടണം. 2 ഭാഗം അപ്പോൾ ഒറ്റയ്ക്ക്, അപ്പോൾ 2നെ താഴെ എഴുതിയാൽ മതി. ദേ 80ൻ്റെ പകുതി 40, I 4 20, അപ്പോൾ 200 ലിറ്റർ. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 200 ലിറ്ററാണ്. കാര്യം സിമ്പിളല്ലേ? നിങ്ങളിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ടാങ്കിൽ 3/5 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എത്ര ഭാഗമുണ്ട്? ടാങ്കാണേ 1 ഭാഗം, 2 ഭാഗം, 3 ഭാഗം, 4 ഭാഗം, 5 ഭാഗം. എടാ ഇത്ര കരുതിയാൽ മതി കേട്ടോ. ടാങ്ക് ഇത്രയുള്ളേ. ഒന്ന്, 2, 3, 4, 5 ഭാഗം അല്ലേ? അതിൽ എത്ര ഭാഗം വെള്ളമുണ്ട് എന്നാണ് പറഞ്ഞത്? ഇതിൽ വെള്ളമുണ്ട് 1 ഭാഗം, 2 ഭാഗം വെള്ളമുണ്ട്, 3 ഭാഗം വെള്ളമുണ്ട്.
ഇതാണ് ആ ചോദ്യത്തിൽ പറഞ്ഞതേ. അപ്പോൾ ബാക്കി എത്ര? ഇത്രയും ഭാഗം എന്ത് ചെയ്തു? ഓൻ 80 ലിറ്റർ ഒഴിച്ചു. ആ 80 ലിറ്റർ ഒഴിച്ചപ്പോൾ ആ 2 ഭാഗമാണ് കംപ്ലീറ്റ് ആയത്. അങ്ങനെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം സിമ്പിളായി തുടങ്ങും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. √1225 സമം 35 ആണെങ്കിൽ √0.1225 എത്രയാണ്? എത്ര നല്ല ചോദ്യകർത്താവ് അല്ലേ? ആളാ നേരെ √1225 35 ആണെന്ന് നിങ്ങൾക്ക് തരിക. നിങ്ങൾ അതുപോലും ചെയ്യണ്ട. നിങ്ങൾ ആകെ എന്ത് ചെയ്താൽ മതി? √0.1225 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി എന്നാണ് പറയണേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാന്നറിയോ? ഈ റൂട്ടിൻ്റെ ഉള്ളിൽ, ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ റൂട്ടിന് എഴുതിയ സ്ക്വയർ റൂട്ടാണ് കേട്ടോ. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ 0.1225, പിന്നെ നമുക്ക് സ്ക്വയർ റൂട്ടുള്ള LGS അല്ലേ. അപ്പോൾ റൂട്ടിൻ്റെ 0.1225. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ തന്നേക്കുന്നതിൻ്റെ ഉള്ളിലുള്ള സംഖ്യേനെ മാത്രം കൺസിഡർ ചെയ്യാം. 1225. അപ്പോൾ അതിൻ്റെ റൂട്ട് പുറത്തേക്ക് എഴുതാം 35. ഞാൻ പറഞ്ഞത് എന്താ? റൂട്ട് എടുക്കാൻ പറയുമ്പോൾ ഇങ്ങനെ ഒരു സംഖ്യ എന്നിട്ട് റൂട്ട് എടുക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഉള്ളിലുള്ള സംഖ്യേനെ മാത്രം കൺസിഡർ ചെയ്യുക. പോയിൻ്റ് ഒന്നും നോക്കണ്ട, സംഖ്യേനെ മാത്രം കൺസിഡർ ചെയ്യാം. 1225. എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. എത്രയാ? 35. ഇനി നോക്ക്, എത്ര സ്ഥാനം മാറ്റിയിട്ട് അവിടെ പോയിന്റ് ഇട്ടേക്കണേ? 1 2 3 4. റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഇത് നേർ പകുതിയായിട്ട് കുറയും. പോയിന്റ് ഇട്ടേക്കുന്നത് എന്തായിട്ട് വരും? നേർ പകുതിയായിട്ട്. ഇവിടെ 4 എണ്ണം അല്ലേ. അപ്പോൾ റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ എത്ര എണ്ണേ പാടുള്ളൂ? 4ൻ്റെ പകുതി. എത്ര? 1 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടാൻ പറ്റുള്ളൂ. നമ്മുടെ ഉത്തരം 0.35. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കിട്ടിയോ? കിട്ടും. അടുത്തൊരു എക്സാമ്പിൾ നോക്ക്. √0.64 0.64. 64ൻ്റെ റൂട്ട് എത്ര നിങ്ങൾക്ക് അറിയാമല്ലോ. എത്ര 64ൻ്റെ റൂട്ട്? 8 ആണ് അല്ലേ. ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കണേ? 1 2 അല്ലേ. അപ്പോൾ നമുക്ക് റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇടണ്ടേ? ഇത് 2 സ്ഥാനം മാറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേർപകുതി എത്ര? 1 സ്ഥാനം മാറ്റിയിട്ട് 0.8 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 4 കളികളിൽ നിന്നും നേടിയത് 6, 50, 20, 24 റൺസുകളാണ്. എങ്കിൽ അയാളുടെ ശരാശരി റൺസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 6, 50, 20, 24. ഇത് പല മെത്തേഡുകളും യൂസ് ചെയ്തിട്ട് നമുക്ക് ശരാശരി ചെയ്യാൻ അറിയാം. പക്ഷേ എന്നാൽ കൂടി നിങ്ങളെല്ലായ്പ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറയുന്നത് ശരാശരി എങ്ങനെ നോർമലായിട്ട് ചെയ്യാം. ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്തരുത് കേട്ടോ ശരാശരിയിൽ. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഹരിക്കണം എണ്ണം എന്നാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഹരിക്കണം എണ്ണം എന്നാണ്. നമ്മളോട് ശരാശരി റൺസാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാ തുക എന്ന് പറയുന്നത്? അയാൾ അടിച്ച റണ്ണുകളുടെ തുക 6 കൂട്ടണം 50 കൂട്ടണം 20 കൂട്ടണം 24. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? തുക ഹരിക്കണം എണ്ണം. അയാൾ എത്ര കളി കളിച്ചു? 4 കളി കളിച്ചു. അല്ലെങ്കിൽ ഈ തുകകൾ എത്ര, ഈ സംഖ്യകൾ എത്ര എണ്ണം തന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. എന്നിട്ട് അതിനെ ആ നമ്പർ കൊണ്ട് ഹരിച്ചാൽ മതി. ഇപ്പോൾ 4 എണ്ണല്ലേ, 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 6, 50, 20, 24 കൂട്ടിയാൽ എത്ര? 6ഉം 24ഉം കൂട്ടി 30. 20ഉം 30ഉം 50, 50ഉം 50ഉം 100. അപ്പോൾ 100/4. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുകയെന്ന് എല്ലാവർക്കും അറിയാം. എത്രയാ? 25 റൺസാണ് ഉത്തരം. ഇത്രയും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും വലിയ ഐഡിയകളിലേക്കൊന്നും നിങ്ങൾ പോവേണ്ട കേട്ടോ. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം ആണ്. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കാനാണെന്നുള്ള കാര്യം മറക്കരുത്. തുക കാണാനാണെന്നുണ്ടെങ്കിൽ ശരാശരി എണ്ണം കൊണ്ട് ഗുണിക്കാനാണെന്നും മറക്കണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 2 സംഖ്യകളുടെ ഗുണനഫലം 36ഉം ഉസാഗ 3ഉം ആണെങ്കിൽ ലസാഗു എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ. എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ലസാഗു ഗുണിക്കണം ഉസാഗ. ഉസാഗ എന്ന് പറയണതാണ് എന്ത്? സംഖ്യകളുടെ ഗുണന ഫലം എന്ന് പറയണത്. ലസാഗു ഗുണിക്കണം ഉസാഗ എന്ന് പറയണതാണ് എന്ത്? സംഖ്യകളുടെ ഗുണഫലം എന്ന് പറയണത്. അപ്പം ലസാഗു നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് എന്തറിയാം?
ഉസാഗ എത്രയാണെന്നറിയാം 3 സമം ഗുണനഫലം 36 എന്ന് പറയാം. അപ്പോൾ നമുക്ക് ലസാഗു കാണാൻ എന്ത് ചെയ്താൽ മതി? ഗുണനഫലത്തെ ഉസാഗ കൊണ്ട് ഹരിച്ചാൽ മതിയാകും. ഇവിടെ ഗുണിക്കണം 3 എന്നാണ്, സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഹരിക്കണം 3 എന്നാവും. അപ്പോൾ 36 3 കൊണ്ട് ഹരിച്ചാൽ 12. ഉത്തരം 12. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, നിങ്ങൾക്കിപ്പോൾ ലസാഗു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉസാഗ തന്നിട്ടുണ്ട്, അതുപോലെ ഗുണനഫലം തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തരാത്തത് ഉസാഗ ആണെങ്കിൽ ഉസാഗ കാണാൻ പറയാം, അല്ലെങ്കിൽ ലസാഗു ആണെങ്കിൽ ലസാഗു കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്താൽ മതി? ഗുണനഫലത്തിനെ തന്നിട്ടുള്ള ലസാഗു അല്ലെങ്കിൽ ഉസാഗ അതിനെ കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, എന്ത് ചെയ്യണ്ടേ? ഗുണനഫലത്തിനെ ലസാഗു അല്ലെങ്കിൽ ഉസാഗ നമുക്ക് എന്താ വേണ്ടത്? അതിനെ കൊണ്ട് ഹരിച്ചാൽ മതി. പരിപാടി കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്ക്, ഞാൻ സംഖ്യകളൊന്നും എടുത്തെഴുതാണ്. 22, 27, 31, 34, 36 ഡാഷ്. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്ക്, 22 7 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 5. 27 31 ആവാൻ 4 കൂടിയത് അല്ലേ? നോക്ക്, അതൊക്കെ സിമ്പിൾ ചോദ്യമായോണ്ട് കേട്ടോ ഇങ്ങനെ പറഞ്ഞു പോണേ. 31 34 ആയത് 3 വ്യത്യാസം വന്നു. 34 36 ആയപ്പോൾ 2. നോക്ക്, 5 4 3 2. അടുത്ത എത്രയായിരിക്കും വ്യത്യാസം? 1. 36 1 കൂട്ടിയാൽ 37. ഇതൊന്നും അധികം സമയം കളഞ്ഞ് പറയാനുള്ളതല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു പ്രത്യേക കോഡിൽ ബിജു എന്നതിന് CJKV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ രമ എന്നതിനുള്ള കോഡ് ഏതാണ്? അപ്പോൾ നോക്ക്, ബിജു എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബിജു എന്ന് എഴുതിയിരിക്കണതിൽ ബിക്ക് പകരം എന്താണ് എഴുതിയിരിക്കണത്? ഓക്കെ, നമുക്കിങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ CJKV എന്നാണ് എഴുതിയിരിക്കണത് ബിജുവിന് പകരം അല്ലേ? അപ്പോൾ ബിക്ക് പകരം സി ആണ് എഴുതിയിരിക്കണത്. ബിയുടെ തൊട്ട് അടുത്ത സംഖ്യ BC അല്ലേ? ഐക്ക് പകരം ജെ ആണ് എഴുതിയിരിക്കണത്. തൊട്ടടുത്ത IJ അല്ല IJ. ജെക്ക് പകരം തൊട്ട് മേലെയുള്ളത് തൊട്ടടുത്തത് JK അല്ലേ? യുക്ക് പകരം തൊട്ടടുത്തത് UV. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ത് അടുത്തതിൽ എന്താ വരണ്ടേ? അതിൻ്റെ ഇതെന്താ വരാനുള്ളത്? എന്താ വരാനുള്ളത്? നോക്ക്, രമയ്ക്ക് എന്തായിരിക്കും വരിക? ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ട് പറയാം. രമയ്ക്ക് എന്തായിരിക്കും വരിക? 6 1 കൂട്ടിയാൽ 6 കഴിഞ്ഞാൽ PQR yes ആണ് വരിക. E കഴിഞ്ഞാൽ എന്താ വരിക? ABCDEF. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരമായോ? ഇല്ല, 2 വന്നിട്ടുണ്ട് അല്ലേ? അടുത്തത് M കഴിഞ്ഞാൽ MN. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരമായി. SFNിലുള്ളത് ഏതാ ഉള്ളത്? നമുക്ക് ഇത് മാത്രമുള്ള ഓപ്ഷൻ A മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ A കഴിഞ്ഞാൽ B, SFNB. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ചോദ്യം അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഞാനിപ്പോൾ നോക്കിയപ്പോൾ LGS പരീക്ഷയിലൊക്കെ കൂടുതലും ഈ ഒരു ചോദ്യം കാണുന്നുണ്ട്. LGS പരീക്ഷയിലൊക്കെ കാണുന്നുണ്ട്, എല്ലാത്തിലും നല്ല, കൂടുതലും ഞാൻ കാണുന്ന പരീക്ഷ പേപ്പറിലൊക്കെ കാണും. നമ്മൾ ഡിസ്കസ് ചെയ്ത പേപ്പറുകളിൽ തന്നെ ഇത് ഉണ്ട്. നോക്ക്, ത്രികോണം, ചതുർഭുജം, വൃത്തം, പഞ്ചഭുജം. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ആരായിരിക്കും? വൃത്തായിരിക്കും. കാരണം വൃത്തത്തിന് വശങ്ങളില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ വൃത്താണ് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷം കഴിയുമ്പോൾ അത് 5 മടങ്ങാകും. എങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട്? ഇത് നല്ലൊരു ചോദ്യമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിഗ്രി ലെവലിലും ഈ ചോദ്യം ചോദിക്കാൻ പറ്റും. അത്രയും നല്ലൊരു ചോദ്യമാണിത്. അപ്പോൾ നോക്ക്, ഞാൻ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വയസ്സ് എന്നുള്ള ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവരുടെ ഇതങ്ങ് എഴുതി വയ്ക്കും, പേരങ്ങ് എഴുതി വയ്ക്കും. അപ്പു, അമ്മ, ഇതാദ്യം എഴുതി വയ്ക്കാം. എന്നിട്ട് നോക്ക്, അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പുവിന് 1 വയസ്സാവുമ്പോൾ അമ്മയ്ക്ക് എത്ര വയസ്സായിരിക്കും? 9 വയസ്സായിരിക്കും. ഈ ഒരു ഐഡിയ മനസ്സിലായല്ലോ? അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പുവിന് 1 വയസ്സാകുമ്പോൾ അമ്മയ്ക്ക് 9 വയസ്സായിരിക്കും. 3 വർഷം കഴിയുമ്പോൾ അത് 5 മടങ്ങാകും എന്നാണ് പറയണേ. അതായത് അപ്പുവിന് 1 വയസ്സാകുമ്പോൾ അമ്മയുടെ വയസ്സ് 5 വയസ്സ് എന്നുള്ള രീതിയിലേക്ക് അത് മാറും. ഇങ്ങനെയാണ് അത് എഴുതുന്നത് കേട്ടോ. ചിത്രം വരയ്ക്കുന്ന പോലെ എഴുതുന്നത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അത് എത്ര വർഷം കഴിയുമ്പോഴാണ്? 3 വർഷം കഴിയുമ്പോഴാണ് അല്ലേ? അതും ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് പോവാം. ചോദ്യം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ചോദ്യം. അപ്പോൾ ഇനി നോക്ക്, നമ്മളോട് സാധാരണഗതിയിൽ അപ്പുവിൻ്റെ വയസ്സ് എത്ര അല്ലെങ്കിൽ അമ്മയുടെ വയസ്സ് എത്ര എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട് എന്നാണ്. ഇനിയിപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിക്ക്,
അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദ്യമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം ഞാൻ പറയാം. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ചോദ്യം എന്തായി? അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ്. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ഇതല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ആ സംഖ്യ എഴുതുക. 9 ഗുണിക്കണം എത്ര വർഷമാണ്? 3 വർഷം. ആ ഗ്യാപ്പ് വന്നേക്കുന്നത് അതെടുത്ത് എഴുതുക. ഗുണിക്കണം. ഇനി നമുക്ക് ഇതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സംഖ്യകളുടെ ഡിഫറൻസ്, അതായത് ഇതിൻ്റെ വ്യത്യാസം എടുക്കുക. എടാ, ചിത്രം വരയ്ക്കുന്ന പോലെ പഠിക്കണേ. ഇതിൻ്റെ വ്യത്യാസം എടുക്കുക. 1ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 4 അല്ലേ. മൈനസ് പ്ലസ് ആണെന്ന് നോക്കണ്ട, 4 അല്ലേ. 4 ഡിവൈഡഡ് ബൈ, അതിനെ ഹരിക്കണം. എന്തുകൊണ്ട് ഹരിക്കണം? ഇങ്ങനെ ക്രോസ് ഗുണിച്ചു നോക്കുക. 1 ഗുണിക്കണം 5 5, 1 ഗുണിക്കണം 9 9. ഇവയുടെ വ്യത്യാസം എടുക്കുക. ഇവിടെ വ്യത്യാസം എടുക്കുമ്പോഴും മൈനസ് കൺസിഡർ ചെയ്യണ്ട. 5ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 4 അല്ലേ. ഞാൻ എഴുതിയേക്കണം, മനസ്സിലാവുന്നുണ്ടല്ലോ. 1 ഗുണിക്കണം 9 കുറയ്ക്കണം 1 ഗുണിക്കണം 5. അല്ലാന്നുണ്ടെങ്കിൽ നേരെ എഴുതിയാലും മതി. 1 ഗുണിക്കണം 5 കുറയ്ക്കണം 1 ഗുണിക്കണം 9. വയസ്സാവുമ്പോൾ നെഗറ്റീവ് നോക്കണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഈ 4ഉം വെട്ടിപ്പോയി. 9 × 3 27 അമ്മയുടെ വയസ്സെന്ന് കിട്ടി. ഇപ്പം അമ്മയുടെ വയസ്സ് 27 എന്ന് കിട്ടിയല്ലോ. അതുപോലെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അപ്പൂൻ്റെ വയസ്സും കണ്ടുപിടിക്കാം. ഇതേപോലെ അപ്പൂൻ്റെ വയസ്സാണ് ചോദിച്ചത്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്നും കൂടി മായ്ച്ചിട്ട് എഴുതാം കേട്ടോ. ഇനി അത് ഇപ്പം അമ്മേൻ്റെ വയസ്സ് 27 എന്ന് കണ്ടുപിടിച്ചല്ലോ. അതുപോലെ അപ്പൂൻ്റെ വയസ്സ് കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ 1 9 പിന്നെ 1 5 ഡിഫറൻസ് 3 അല്ല. അപ്പോൾ അപ്പൂൻ്റെ വയസ്സാണ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ചെയ്തേനെ? ഇതാണ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? ഇതാണ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഈ 1 എടുത്തെഴുതി ഗുണിക്കണം. ഈ ഡിഫറൻസ് എത്രയാ? 3 വർഷം അല്ലേ. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഏതാ? 1ഉം 5ഉം അല്ലേ. അവയുടെ വ്യത്യാസം 4 ഹരിക്കണം. ക്രോസ് ഗുണിക്കുന്നു. ഇത് നേരെ ക്രോസ് ഗുണിക്കുമ്പോൾ നമുക്ക് 1 × 5 5 കുറയ്ക്കണം 1 × 9 9. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എത്ര കിട്ടുന്നത്? 4 അല്ലേ. അപ്പോൾ ഈ 4ഉം വെട്ടിപ്പോയി. 1 × 3 3. അപ്പോൾ നമുക്ക് ആദ്യം അമ്മയുടെ വയസ്സ് 27 എന്ന് കിട്ടി. ഇപ്പോൾ അപ്പൂൻ്റെ വയസ്സ് 3 എന്ന് കിട്ടി. എന്നിട്ട് ഇവയുടെ വ്യത്യാസം എടുത്ത് 24 എന്ന് കിട്ടും. അപ്പോൾ അമ്മയ്ക്ക് എത്ര വയസ്സ് കൂടുതലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം 24 ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷേ നമുക്കിത് കുറച്ചുകൂടി ഒന്ന് വേഗതയിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ സാധാരണ 1 9 ഇതൊക്കെ ഒരേപോലെ കേട്ടോ. അത് കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ അത് 5 മടങ്ങാവും അല്ലേ. അപ്പോൾ അതുവരെ നമ്മൾ അതേപോലെ എടുത്തെഴുതി. ഓക്കെ ആണല്ലോ. ഇപ്പോൾ എഴുതിയേക്കുന്നത് കറക്റ്റ് അറിയാലോ. ഇനി എന്താ ചെയ്യാമെന്നറിയോ? ഇനി നോക്ക്, ഇപ്പോൾ അമ്മയ്ക്ക് അപ്പൂനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട് എന്നാണ് ചോദിച്ചത്. എത്ര വയസ്സ് കൂടുതലുണ്ട് എന്ന്. അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. മനസ്സിലായോ? ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് അറിയേണ്ടത്. എത്ര വയസ്സ് കൂടുതലുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് അറിയേണ്ടത്. 1ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 8 ഗുണിക്കണം. സാധാരണഗതി പോലെ ബാക്കിയൊക്കെ സാധാരണ. അതാ അടുത്തത് വ്യത്യാസം എത്ര വർഷമാണ് വരുന്നത് എന്നുള്ളത് കേട്ടോ. 3 ഗുണിക്കണം. ഇവിടത്തതല്ല വാല്യൂ വേണ്ടത്. ഈ 1ഉം 9ഉം തമ്മിലുള്ള വാല്യൂ അല്ലേ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള താഴെയുള്ളത് 1 കുറയ്ക്കണം 5 എത്രയാ? 4 ഡിവൈഡഡ് ബൈ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രോസ് ഗുണിക്കുക. 1 ഗുണിക്കണം 5 5 കുറയ്ക്കണം 1 ഗുണിക്കണം 9 9. അപ്പോൾ ഈ 5 9 പോയാൽ 4 അല്ലേ. ഈ 4ഉം വെട്ടിപ്പോയി. 3 ഗുണിക്കണം 8 24 നമ്മുടെ ഉത്തരം എന്ന് പറയണത്. ഓക്കെ, സിമ്പിൾ ചോദ്യമല്ലേ, പെട്ടെന്ന് കണ്ടുപിടിക്കാം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 18 കുറയ്ക്കണം 4 ഗുണിക്കണം 8 ഹരിക്കണം 2. ഈ ഒരു ചോദ്യം കണ്ടാൽ ആദ്യം നമ്മൾ എന്ത് എഴുതുക? ഇത് ബോർഡ് മാസമാണ്. അപ്പോൾ നമ്മൾ ബോർഡ് മാസം എന്ന് എഴുതി. ബ്രാക്കറ്റ് ഉണ്ടോ ചോദ്യത്തിൽ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഹരണം ഉണ്ടോ? ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ആ ചോദ്യം എഴുതി. 18 കുറയ്ക്കണം 4 ഗുണിക്കണം 8 ഹരിക്കണം 2. അപ്പോൾ ഹരണം ഉണ്ട് അല്ലേ. 8 ഹരിക്കണം 2 ഉണ്ടല്ലോ. 8 ഹരിക്കണം 2 ചെയ്താൽ എത്ര കിട്ടുക? 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8നെ 2 കൊണ്ട് ഹരിച്ച് 4 എന്ന് എഴുതി. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ. ഗുണിക്കാനുണ്ടോ? അത് എവിടെ ഗുണിക്കാനുണ്ട് അല്ലേ.
4 ഗുണിക്കണം 4 എത്രയാ? 16. ഇനി 18 നിന്ന് 16 കുറയ്ക്കാനേ ഉള്ളൂ. അപ്പോൾ അത് സാധാരണ പോലെ ഇനി ഇത് കൺസിഡർ ചെയ്യേണ്ട. നോക്ക് 18 നിന്ന് 16 പോലെ എത്രയാ? 2. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. ബോർഡ് മാസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരു ചോദ്യം ഷുവറാണ്. എന്തായാലും ബോർഡ് മാസ് പിടിക്കണം. അതെന്തായാലും കിട്ടുന്നൊരു ചോദ്യമായിരിക്കും LGS ആയതുകൊണ്ട് അത് കളയരുത്. കളഞ്ഞാൽ റാങ്ക് പോകും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആര്? ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും കൂടുതൽ ഒറ്റയാനാവാൻ സാധ്യത? 21. എന്തുകൊണ്ടാണ്? മറ്റുള്ളവയെല്ലാം അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ആണ്. ബാക്കി തന്നിട്ടുള്ള സംഖ്യകൾ 17, 19, 23 ഇതിനൊക്കെ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ ആയിരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അതിനൊന്നും ആ സംഖ്യയും മാത്രമുള്ളൂ ഘടകങ്ങളായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിനെ അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കണേ. അടുത്ത ചോദ്യം നോക്കാം. 62K എന്ന മൂന്നക്ക സംഖ്യ 3ന്റെ ഗുണിതമാണെങ്കിൽ കെയുടെ വിലയായി വരാവുന്ന സംഖ്യകൾ. അപ്പോൾ ഈ 62K എന്ന് കാണുമ്പോൾ ഈ ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ കണ്ട 62,000 ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. K എന്ന് പറഞ്ഞാൽ 1000 ആണെന്ന് വിചാരിക്കരുത്. 62K എന്ന് പറഞ്ഞാൽ 621, 622, 623 അങ്ങനെ പോകുന്ന സംഖ്യകൾ. അതായത് ഈ 1, 2, 3 എന്നുള്ളതിനൊക്കെ പകരം അവിടെ K നിട്ടൂന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ മറ്റതല്ല. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ മൂന്നക്ക സംഖ്യകൾ 3ന്റെ ഗുണിതമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 3ന്റെ ഗുണിതമാണോ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്ത്, ആ സംഖ്യയിലെ അക്കങ്ങളെ തമ്മിൽ കൂട്ടുമ്പോൾ എന്തുണ്ടാവണം? അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത്, അതിൻ്റെ തുക എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്ക്, ആദ്യത്തേത് ഒന്നാമത്തെ എടുത്ത് നോക്കാം. ഓക്കെ, 6, 62, 1, 621. 6ഉം 2ഉം 8, 8ഉം 1, 9. 9നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അപ്പോൾ ഈ ഒന്നാമത്തെ കറക്റ്റാണ്. അടുത്ത 62 ഇട്ടു. ഇനി അടുത്തത് 4 എന്ന് പറഞ്ഞ സംഖ്യ, രണ്ടാമത്തെ ഓപ്ഷൻ ഇട്ട് നോക്കുകയാണ്. 624. 6ഉം 2ഉം 8, 8ഉം 4ഉം 12. 12 എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം കൂട്ടിയാൽ 3. ഈ 3നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? അപ്പോൾ അതും പറ്റും. അപ്പോൾ രണ്ടും പറ്റും കേട്ടോ. 1ഉം 2ഉം പറ്റുമേ. ഇനി അടുത്ത് നോക്കാം. 6, 2, 3. 6ഉം 2ഉം 8, 8ഉം 3ഉം 11. 11നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് പറ്റൂല കേട്ടോ. മൂന്നാമത്തെ പറ്റൂല. അപ്പോൾ ഇനി അടുത്ത് നോക്ക്. 6, 2, 7. 6ഉം 2ഉം 8, 8ഉം 7ഉം 15. വേണമെന്നുണ്ടെങ്കിൽ 1ഉം 5ഉം കൂട്ടി നോക്കാം. 1ഉം 5ഉം കൂട്ടിയാൽ 6. 6നെ 3 കൊണ്ട് ഹരിച്ചൂടെ? പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് 4ഉം പറ്റും. അപ്പോൾ 1ഉം 2ഉം 4ഉം മാത്രം. ഏതാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാൻ എങ്ങനെ ചെയ്യാം? 3 കൊണ്ട് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ 3ന്റെ ഗുണിതമാണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളെ പരസ്പരം കൂട്ടുക. അവസാനം അത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ അല്ലെങ്കിൽ 3ന്റെ ഗുണിതമാണോ നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്ക്. വരിയായി അടുക്കി വെച്ചിരിക്കുന്ന റോസാ ചെടികളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് പൂക്കളുള്ളത്. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ ആ ചെടി 32ാമതിരിക്കുന്നു. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ അത് 17ാമതിരിക്കുന്നു. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര റോസാ ചെടികളുണ്ട്? ഓപ്ഷൻസ് 49, 50, 48, 47. എങ്ങനെ ചെയ്യും? ഇതെന്താ സംഭവം? വരിയും നിരയും എന്ന് പറഞ്ഞ ടോപ്പിക്കാണിത് അല്ലേ? വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത്? മുൻഭാഗത്തുനിന്ന് ചെടി 32ാമതും ബാക്കിൽ നിന്ന് എണ്ണുമ്പോൾ ആ ചെടി എത്രാമതാ? 17ാമതും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുന്നിൽ നിന്നും തന്നിട്ടുണ്ട്, ബാക്കിൽ നിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഇത് രണ്ടും കൂട്ടും. 32ഉം 17ഉം കൂട്ടിക്ക് എത്ര? 2, 7, 9. സോറി, 2, 7, 9. 3, 1, 4. 49. കഴിഞ്ഞോ? ഇല്ല. ഇത്രയും ചെയ്തിട്ട് അതിനൊരു ഒന്നും കൂടിയും കുറയ്ക്കണം. കാരണം 2 തവണ ഒരു സ്ഥാനം എണ്ണി. 49 1 പോയാൽ 48. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 48. വരയുന്നേരം നിങ്ങൾക്ക് അറിയില്ലേ? ഒരു വഴി മുന്നിൽ നിന്നുള്ളത് തരും, ബാക്കിൽ നിന്നുള്ളത് തരും. അപ്പോൾ അതിൻ്റെ പൊസിഷൻ 2 സ്ഥലത്തുനിന്നും ഒരേ പൊസിഷനിലാണ് നിൽക്കണതേ. അപ്പോൾ 2 തവണ അയാൾ എണ്ണി. അതുകൊണ്ട് അയാൾ ആദ്യം ഇവർ 2 പൊസിഷൻ കൂട്ടുക, എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക? 1 കുറയ്ക്കുക. അപ്പോൾ ഒരാൾ ഒഴിവായി. അപ്പോൾ അയാളെ പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ഈ 1 കുറയ്ക്കാൻ എല്ലാവരും മറക്കും. അവിടെയാണ് നമുക്ക് തെറ്റുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. ഇത് ക്രമീകരിക്കാനൊക്കെ പറയുമ്പോൾ ഇത് ആദ്യമായിട്ട് ഈ ചോദ്യ പേപ്പർ കാണുന്ന ആളുകൾ അന്തം വിടും. എന്നാലും നിങ്ങൾ അന്തം വിടുമൊന്നും വേണ്ട. നിങ്ങളൊന്ന് നോക്ക്. ഇതിനെ വലുപ്പത്തിൻ്റെ ഇതിലൊന്ന് തരംതിരിച്ചുകൂടെ നമുക്ക്?
വലുപ്പത്തിൻ്റെ രീതിയിൽ. അപ്പോൾ ആദ്യം ഏറ്റവും ചെറിയ സ്ഥാനത്ത് നിന്ന് വലിയ സ്ഥാനത്തേക്ക് പോകുന്ന രീതിയിലൊന്ന് തരംതിരിച്ച് നോക്കണം. അപ്പോൾ ആദ്യത്തിൽ ഏറ്റവും ചെറുത് ഏതാ? കലം. കലം നമുക്ക് ആദ്യം എഴുതാം. കലം ഏറ്റവും ചെറുതല്ലേ? കലം എവിടെ വെക്കണേ? അടുപ്പത്താണ് വെക്കണേ അല്ലേ? കലം അടുപ്പത്താണ് വെക്കണേ. അടുപ്പ് രണ്ടാമത് എഴുതാം. ഇനി അടുത്ത് നോക്ക്, അടുത്ത് എന്ത് എഴുതും നമ്മൾ? ഈ അടുപ്പ് എവിടെയുള്ളത്? അടുക്കളയിലാണ്. അടുക്കള അടുത്ത് എഴുതി. അപ്പോൾ ഇനി അടുത്തത് അടുക്കള കഴിഞ്ഞു. ഇനി അടുക്കള ഇപ്പോൾ എവിടെയുള്ളത്? വീടും ഗ്രാമവും ഉണ്ട്. വീട്ടിലല്ലേ അടുക്കളയുള്ളത്? അടുക്കളേനെക്കാട്ടിലും വലുത് വീടല്ലേ? അപ്പോൾ അത് എഴുതി. അടുത്തത് ഏതാ? ഗ്രാമം. ഏറ്റവും വലുത് ഗ്രാമം അല്ലേ? അപ്പോൾ അത് ആ ഓപ്ഷൻ വരുന്നത് ഏതാ ഉള്ളത്? 5, 2, 1, 4, 3 ഓപ്ഷൻ എ അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഇതിൽ നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷനായി വിചാരിച്ചു കഴിഞ്ഞാൽ എഴുതരുത്. ഇങ്ങനെ ഒരു ഇതേപോലെ നിങ്ങൾക്ക് അന്ന് എക്സാമിൻ്റെ അന്ന് നിങ്ങൾക്ക് തീരെ കിട്ടാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് പോയിട്ട് അടിക്കാൻ നിൽക്കരുത്. ഇത് എനിക്ക് തെറ്റിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്സിൽ ഒരിക്കലും കറക്കി കുത്താൻ നിൽക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഡയറക്ഷൻ എന്നാണ്. ഒരാൾ വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള അയാളുടെ സ്ഥാനം എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഓപ്ഷനാണ് നോക്കേണ്ടത്. ഓപ്ഷനിൽ നിങ്ങൾക്ക് 2 കിലോമീറ്റർ വടക്ക്, 6 കിലോമീറ്റർ വടക്ക്, 8 കിലോമീറ്റർ കിഴക്ക്, 14 കിലോമീറ്റർ വടക്ക് അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഡയറക്ഷനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, ദൂരത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരച്ച് പോയാൽ മതിയായിരുന്നു. ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ദൂരം മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരച്ച് പോയാൽ മതി. പക്ഷേ ഇവിടെ എന്താണ്? ഡയറക്ഷനും ദൂരവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് രണ്ടും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വരയ്ക്കാം. ഇത് വരയ്ക്കാൻ നിങ്ങൾക്ക് ഞാൻ കുറേ തവണയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളൊരു ഹോംവർക്കായിട്ട് ചെയ്യണം. ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്താലേ ഞാൻ ഇനി ക്ലാസ് ഇടുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.